തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് കുത്തേറ്റു. വിനോയ്ക്കാണ് കുത്തേറ്റത്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഫോർട്ട് പോലീസ് പിടികൂടി. വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഈ സംഘർഷത്തിന്, ഈ ആക്രമണത്തിന് കാരണം എന്താണ്? പ്രതിയുടെ വിശദാംശങ്ങൾ, ഒപ്പം പോലീസ് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? സജിത്ത്, വ്യക്തി വൈരാഗ്യമാണ് ഇത്തരമൊരു ആക്രമണത്തിന് കാരണമായതെന്നാണ് ഫോർട്ട് പോലീസ് നൽകുന്ന വിവരം. പട്ടാപ്പകലാണ് ഈ ആക്രമണം നടന്നത്. സ്വകാര്യ ബസ്സിനുള്ളിൽ ഇരിക്കുകയായിരുന്നു ഈ കുത്തേറ്റ വിനോയ് ഈ ബസ്സിലെ കണ്ടക്ടറാണ്. മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ് ഈ ആക്രമിച്ച ബാബുരാജ് ഉണ്ണികൃഷ്ണൻ. ഇരുവരും തമ്മിൽ നിലനിന്നിരുന്ന തർക്കം, അത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നമാണ് ഈ കത്തിക്കുത്തിൽ ബസ്സിൽ കണ്ടക്ടർ സീറ്റിൽ ബിനോയ് ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ബസ്സിനുള്ളിലേക്ക് പ്രവേശിച്ച ബാബുരാജ് ഉണ്ണികൃഷ്ണൻ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തിന് വശത്ത് തുടരെ ആഞ്ഞു കുത്തുകയായിരുന്നു. നിലവിളി ശബ്ദം കേട്ട് ഇതേ ബസ്സിലെ ഡ്രൈവർ രക്ഷിക്കാനായി ഓടിയെത്തുമ്പോൾ കൈവശമുണ്ടായിരുന്ന കത്തി കാട്ടി ഈ ഡ്രൈവറെയും ബാബുരാജ് ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്തുന്നു. ഇങ്ങനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം അവിടുന്ന് കടന്നു കളഞ്ഞ ബാബുരാജിനെ പിന്നീട് ഫോർട്ട് CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. ഇതിനിടെ പരിക്ക് പറ്റിയ ബാബുരാജിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളാണ് കേസിലെ പ്രതി. ബാബുരാജ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ വിനോയിയും ഗുരുതര പരിക്കേറ്റ, കഴുത്തിന് കുത്തേറ്റ വിനോയിയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഹിത്ത് എന്തായാലും വ്യക്തിവൈരാഗ്യമാണ് ഇത്തരമൊരു സാഹചര്യത്തിന് ഇടവെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. നഗരമധ്യത്തിൽ വെച്ച് പട്ടാപ്പകലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഒരിക്കൽ കൂടി ആ ദൃശ്യം ഒന്ന് കാണാം. പിന്നെ